So criticism with respect to first about alienation. Alienation criticism നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ആര് തന്നെയാണ്? ബേസിക്കലി ക്രിറ്റിസിസം എന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ ബേസിക്കലി ഏലിനേഷൻ ഡിഫറെന്റ് ടൈപ്പ് തന്നെയാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. സോ മാക്സ് വെബർ പറയുന്നത് ഏലിനേഷൻ ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ ദി പ്രൊഡക്ഷൻ സെക്ടർ. ഏലിനേഷൻ നടക്കുന്ന പ്രൊഡക്ഷനിലല്ല, റാദർ ഏലിനേഷൻ ഈസ് ഹാപ്പനിങ് ഇൻ സൊസൈറ്റി. എന്ത് ചെയ്യുന്നു? ആ സൊസൈറ്റി പ്രോഗ്രസ് ടുവേർഡ് റാഷണലൈസേഷൻ. ഏലിനേഷൻ റാഷണലൈസേഷന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. ബിക്കോസ് ഇൻ ടുഡേസ് വേൾഡ്, ഇഫ് യു ലുക്ക് അറ്റ് ടുഡേസ് വേൾഡ്, എവറിത്തിങ് ഈസ് ക്വാണ്ടിഫയബിൾ. ഓക്കെ, എല്ലാം എന്താണ്? ക്വാണ്ടിഫയബിൾ ആണ്. എല്ലാം ക്വാണ്ടിറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൊസൈറ്റിയെ കാണുന്നത്. സോ എല്ലാവരും സൊസൈറ്റിയെ ക്വാണ്ടിഫൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏർലിയർ ടൈംസ് നിങ്ങളൊരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുന്നു, അയാളുടെ പെരുമാറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫീലിംഗ് ഉണ്ടാവും? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, നല്ല രീതിയിൽ പെരുമാറുന്നവർ. ബട്ട് ടുഡേ ഇൻ മോഡേൺ സൊസൈറ്റി, ഇഫ് യു ഗോ ടു സം ഷോപ്പ് ആൻഡ് ഈവൻ ഇഫ് യു ബ്രോഡ് സംതിങ്, if you are happy, you will write that smile of particular person. Very happy 5, less satisfied 1, dissatisfied 1. So you are rating everything. So ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത്? എല്ലാം റേറ്റ് ചെയ്യാണ്. എല്ലാ കാര്യത്തിനെയും നമ്മൾ എന്ത് ചെയ്ത് ക്വാണ്ടിഫയബിൾ ആക്കി. നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേറ്റ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. എത്ര ഹാപ്പിയാണ് നിങ്ങൾ, എത്ര ലെസ് ഹാപ്പിയാണ് നിങ്ങൾ, എത്ര ഡിസാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ. ഇപ്പം നിങ്ങൾ ഒരു ഓട്ടോയിൽ കയറി, ഊബറിൽ കയറി ദ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ ഊബർ യു വിൽ ബി ഗെറ്റിംഗ് റൈറ്റിംഗ് ദാറ്റ് ഡ്രൈവർ, ഹൗ ദ ഡ്രൈവർ ബിഹേവിയർ ഈസ്. ഡ്രൈവർ ഈസ് ആൻ ഇന്നേറ്റ് ആനിമൽ അല്ലെ, അയാൾക്ക് ഏതായാലും സ്വഭാവം ഉണ്ടാവും. നൗ യു ആർ ജഡ്ജിങ് ദാറ്റ് പർട്ടിക്കുലർ ബിഹേവിയർ ബേസ്ഡ് ഓൺ യുവർ ഹാപ്പിനെസ്. എന്ത് ചെയ്യുന്നു? നിങ്ങൾ റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. എഡ്യൂക്കേഷൻ സിസ്റ്റം, ദ മാർക്സ്, പണ്ടത്തെ എഡ്യൂക്കേഷൻ, ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഗുരുകുൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, വെർ ദർ ഇസ് നോ ഗ്രേഡിംഗ് സിസ്റ്റം അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു? മൊത്തത്തിൽ പഠിക്കുന്നു. ഇപ്പം you will be graded into different marks. On the basis of that, you know how much you percentage you are getting, how much you know mark you are getting എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഗ്രേഡ് ചെയ്യുന്നു. സോ ഇൻ മോഡേൺ സൊസൈറ്റി, വെബർ പറയുന്നത് ആസ് എ സൊസൈറ്റി പ്രോഗ്രസ്, സൊസൈറ്റി ഗെറ്റ് റാഷണലൈസ്. ഓക്കെ, സൊസൈറ്റി പ്രോഗ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? സൊസൈറ്റി പ്രോഗ്രസ് ചെയ്യുന്നതിന് സൊസൈറ്റി റാഷണലൈസേഷൻ ആണ് സംഭവിക്കുന്നത്. റാഷണലൈസേഷൻ ഓഫ് സൊസൈറ്റി ആണ് സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയും, റാഷണലൈസേഷൻ ഓഫ് സൊസൈറ്റി. സോ ഹിയർ മോഡേൺ സൊസൈറ്റി, ഇമോഷൻ ഡു നോട്ട് ഹാവ് എനി പ്ലേസ്. ഇമോഷൻ എന്തില്ല? യാതൊരു റോളും ഇല്ല. എല്ലാം എന്താണ്? റാഷണലൈസ് ആണ്. ഈ റാഷണലൈസേഷന്റെ ഏറ്റവും അല്ലെങ്കിൽ പീക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂറോക്രസിയാണ്. ഓക്കെ, ബ്യൂറോക്രസി ഇസ് ദ ഹൈയസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് റാഷണലൈസേഷൻ എന്നാണ് വെബർ പറയുന്നത്. എന്തുകൊണ്ടാണ് ബ്യൂറോക്രസി ഇസ് ദ ഹൈയസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് റാഷണലൈസേഷൻ എന്ന് വെബർ വിളിക്കാൻ കാരണം? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കളക്ടറെ കാണാൻ പോകുന്നു, IAS ഓഫീസറിനെ കാണാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു വീട് പാസ്സാക്കി തരണം. കളക്ടർ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പോയിട്ട് എന്ത് പറയും? നിങ്ങൾ എല്ലാ വേദനയും കരയും കളക്ടറിന് മുമ്പ്. കളക്ടർ ഇരുന്ന് നിങ്ങളോട് കരയോ? കളക്ടർ അത് നിങ്ങൾ മുഖത്ത് നോക്കുവോ? മുഖത്തൂല്ലേ. കളക്ടർ ഫയലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് കരയുന്നുണ്ടാവും. കളക്ടർ ഫയലൊക്കെ നോക്കിയിട്ട് ഓക്കെ, വീണ്ടും ഫോൺ, അതിൻ്റെ ഫോൺ വരും, ആ ഫോൺ എടുത്ത് വിളിക്കും. കളക്ടർ വോണ്ട് മൈൻഡ് ദാറ്റ് വെദർ യു ആർ ക്രൈങ്. ഓക്കെ, ഫോൺ ഇപ്പൊ എടുക്കാൻ പറ്റില്ല, അല്ല, കളക്ടർ ഫോൺ എടുക്കും. എന്ന് പറയും, ഓക്കെ, ഈ ഡോക്യുമെന്റ് ശരിയല്ല, ഈ ഡോക്യുമെന്റ് പോയി ശരിയാക്കിയിട്ട് വാ എന്നാണ് പറയാ. അല്ലെങ്കിൽ എന്ന് പറയും, ഓക്കെ, so you are not emotionally engaged. Okay, so that is why Weber called the bureaucracy, the modern bureaucracy is specialist without spirit. They are specialist but without the spirit. World endile soul illada spirit lan. So bureaucracy is the highest manifestation of, you know, rationalization happening in the society. So this is leading to alienation rather than the production process leading to alienation. മാക്സ് എന്താ പറഞ്ഞത്? എവിടെയാണ് ഏലിനേഷൻ നടക്കുന്നത്? പ്രൊഡക്ഷനിലാണ്. ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷനാണ് ഏലിനേഷൻ നടക്കുന്നത്. പക്ഷേ വെബർ പറയുന്നത് എവിടെയാണ്? എലിനേഷൻ നടക്കുന്നത് പ്രൊഡക്ഷനിലല്ല, എലിനേഷൻ നടക്കുന്നത് ബ്യൂറോക്രസിയിലാണ്. കാരണം ബ്യൂറോക്രസിയിൽ അത് കളക്ടറിന്റെ പ്രോബ്ലം അല്ല. കാരണം കളക്ടറിന് അതേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ദർ ഈസ് ആൻ ഹയറാർക്കി, ദർ ഈസ് ഇൻഫർമേഷൻ പേപ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ കമ്മ്യൂണിക്കേറ്റിന്റെ ഭാഗമായിട്ട് മാത്രമേ ആർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ? കളക്ടറിന് ഡിസിഷൻ എടുക്കാൻ. കളക്ടർ ഈസ് പാർട്ട് ഓഫ് എ ലാർജ് സിസ്റ്റം അല്ലേ? So basically this is leading to rationalization എന്നുള്ളതാണ് ആര് പറയുന്നത്? വെബർ പറയുന്നത്. So the larger trend of larger trend of rationalization is not giving way for human emotions, feelings. ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിന് വാല്യൂ കൊടുക്കുന്നില്ല. പകരം എന്താണ്? റാഷണൽ തോട്ട്സ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് one of the criticism of alienation. Second criticism by
Robert Brunner. So he says that, see, alienation എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അല്ല, ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് റിലേറ്റീവ്. യു കാൻ സേ ദാറ്റ് എവരിബഡി ഈസ് ഈക്വലി ഏലിയനേറ്റഡ്. ഫോർ എക്സാമ്പിൾ, ഡിഫറെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഡിഫറെന്റ് രീതിയിൽ ഫീൽ ചെയ്തൂടെ? ഒരേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾ പല രീതിയിൽ ഫീൽ ചെയ്തൂടെ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഞാനും നമ്മളെല്ലാം ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു. സപ്പോസ് ഐ ആം വർക്കിംഗ് വിത്ത് ഹയർ ലെവൽ മാനേജ്മെന്റ്. സോ ഐ മേ ബി ഫീൽ ലൈക്ക് എന്റെ ഡിസിഷൻസിന് ഇവിടെ കുറച്ചുകൂടി എന്തുണ്ട്, വാല്യൂ ഉണ്ട്, ഇത് എന്റെ കൂടി കമ്പനിയാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് അവിടുത്തെ ഒരു ഫാക്ടറിയിലെ കാറിന്റെ ടയർ മാത്രം ഫിറ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയി ഉണ്ടാവും. സോ അയാളെ സംബന്ധിച്ചോളം അയാൾ എന്നെക്കാട്ടും ചിലപ്പോൾ ഏലിയനേറ്റഡ് ആവാം, അല്ലെ? സെയിം കമ്പനിയാണ്, പക്ഷെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് എന്താണ്, ഡിഫറെന്റ് എംപ്ലോയീസ് ആണ് ഏലിയനേറ്റഡ് ആവുന്നത്. അപ്പൊ ഓരോ ആളുകളും ഏലിയനേഷൻ യൂണിവേഴ്സലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പം GST ഗ്ലോബലിലുള്ള ഫോർ എക്സാമ്പിൾ ടാറ്റന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഏലിയനേറ്റഡ് ആണോ? ഏലിയനേറ്റഡ് ആണ്. ഇവിടെ അതാണ് പ്രശ്നം. എല്ലാ ടാറ്റ എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. പക്ഷെ പൊതുവെ കമ്പാരിറ്റീവ്ലി നമ്മൾ പറയും ടാറ്റയിലെ വർക്കേഴ്സ് ആർ ദേ ഡൈ ഫോർ ടാറ്റ ബിക്കോസ് ദേ ആർ ടാറ്റയിലെ കുറെ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ടാറ്റയിൽ അറ്റാക്ക് നടന്ന സമയത്ത്, താജ് അറ്റാക്ക് നടന്ന സമയത്ത് ഹൗ ടാറ്റ എംപ്ലോയീസ് ട്രീറ്റഡ് ദി കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റഡീസ് ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പം ഈവൻ ടാറ്റയിലെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, ദേ ആർ നോട്ട് ഫീലിംഗ് ഏലിയനേറ്റഡ്. സോ യു കാൻ സിംപ്ലി സേ ദാറ്റ് everybody is alienated. So alienation is not universal. Alienation is kind of relative. Okay. So alienation is universal. It is relative. So what do you need to do? You need to ask the people how they feel about the work culture. എന്ത് ചെയ്യണം? ആളുകളോട് ചോദിക്കണം എങ്ങനെയാണ് അവർ ഏലിയനേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എന്തെന്ന് വെച്ചാൽ, ഫോർ ഹിസ് സ്റ്റഡി ഹി ഹാസ് ടേക്കൺ, ഇറ്റ് ഈസ് ദയർ ഇൻ ദ ബുക്ക് ഐ തിങ്ക്, ഓക്കെ, ഹി ഹാസ് ടേക്കൺ 4 ഇൻഡസ്ട്രീസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ വിചാരിച്ചത്, കാരണം യൂണിവേഴ്സൽ അല്ല, അപ്പൊ ആളുകൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ റിലേറ്റീവ് ഫീലിംഗ്. സോ ഇറ്റ് ഷുഡ് ബി ആസ്ക്ഡ് ടു പീപ്പിൾ ഹൗ ദേ ഫീൽ അബൌട്ട് ഏലിയനേഷൻ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പുള്ളിക്കാരൻ 4 ഇൻഡസ്ട്രീസ് എടുത്തു. വൺ ഈസ് ക്രാഫ്റ്റ് ഇൻഡസ്ട്രി, ഒരു പേപ്പർ ഇൻഡസ്ട്രി, craft. Second is textile, automobile, and chemical industry. So craft, textile, automobile, chemical industries എടുക്കുന്നു. എന്നിട്ട് ഏലിയനേഷൻ എന്താന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏലിയനേഷൻ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുമോ? സോ സംബഡി എത്രയാണ് ഏലിയനേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു വർക്കബിൾ ക്വാണ്ടിറ്റിയിലേക്ക്, ഒരു വർക്കബിൾ സാധനത്തിലേക്ക് മാറ്റണം. So he created 4 dimensions of alienation, that is powerlessness, then meaninglessness, then isolation, fourth is normlessness. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഓരോരുത്തരോട് ചോദിച്ചു. ഓക്കെ, ഈ 4 ഇൻഡസ്ട്രീസിനാണ് പുള്ളി എടുത്തത്. ക്രാഫ്റ്റ് ഇൻഡസ്ട്രി പോയി ചോദിച്ചു, ഡു യു ഫീൽ പവർലെസ്നെസ്? ദാറ്റ് മീൻസ് ഹി വിൽ ആസ്കിംഗ് ദ എംപ്ലോയി, ഡു യു ഫീൽ ലൈക്ക് യുവർ ഡിസിഷൻസ് ആർ വാല്യൂഡ് ബൈ ദ കമ്പനി? ആണോ? അപ്പൊ ചില ആളുകൾ ഞാൻ പറയുന്നൊന്നും ഇവിടെ കമ്പനി ആരും കേൾക്കാറില്ല, നോബഡി ലിസൺ ടു മീ. സോ പവർലെസ്നെസ്, പവർ ഇല്ല. ഡു യു ഫീൽ ദ മീൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ വർക്ക്? ഡു യു ഫീൽ ദ മീനിങ് ഓഫ് വർക്ക്? No, I don't feel any meaning. So why I am doing? Everybody is doing. I have to work, earn something, not something creative. So meaninglessness. So isolation. Do you feel like you are alone here? Nobody's, there is no teamwork. Normlessness. That means there is no law. There is no order. There is no system in place. So in the base, he created a curve which is known as inverted U curve. He says that different industry will be having different type of alienations. So he said that there is a inverted U curve. So ഇവിടെ degree of in y-axis degree of alienation, and x-axis different type of industry. Type of industry. And he says that the least alienated in 4 industries പഠിച്ചുള്ളൂ. അതിനകത്ത് എന്താണ്? ക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആണ് ഇവിടെ വരിക. This is textile industry. Highest alienated is automobile sector, and this is chemical industry. So alienation in different industry എന്താണ്?
different alienated ആണ്. So this is inverter alienation, and he found that alienation is highest at automobile industry ആണെന്നുള്ളതാണ് പഠിച്ചത്. Okay, so for example, another thinker, for example, a feminist viewpoint നോക്കുകയാണെന്നുണ്ടെങ്കിൽ with respect to alienation, സൈമൺ ഡി ബ്യൂവറിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Simon D. Beauvoir. So Simon D. Beauvoir, she says that they argue that basically, actually, who is actually alienated? She says that it is the women alienated. Women is alienated more than men. Women are alienated more than men. Why? Because women is doing emotional labor. Okay, women also, see, men is doing physical labor. So what she is saying that the emotional labor is tougher than physical labor. It's difficult and emotional labor compared to physical labor, because physical labor you just have to do the work, but emotional labor you need to put a lot of emotions and everything. So emotional labor is very difficult than physical labor. So emotional labor is more difficult than physical labor. Okay, so emotional labor is very difficult than very difficult than physical labor. And why? Because men are working calmly, men are working easily in the factory because they are putting emotional labor at home. Okay, this is only because of women putting emotional labor at home. That is why the order in the factory is being achieved. Okay, so what is more important here? Emotional labor rather than the physical labor. So that is the thought, feminist thought of particular thing. Then another criticism, class in itself or class for itself is a criticism. These are alienation related. Idonnu criticism alla sherikum basic criticism aanu vechna basically idonnaanu, they are saying that alienation is different. Where ഒരു ആസ്പെക്ട് മാത്രമാണ് മറ്റേത്, ഇതൊന്നാണ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ആണ് ഏലിയനേഷന്റെ പറയുന്നത്. ക്രിറ്റിസിസം ചോദിക്കുമ്പോൾ ഇതായിരുന്നു, പക്ഷെ ദേ ആർ നോട്ട് അഗെയിൻസ്റ്റ് ഏലിയനേഷൻ. ദേ ആർ നോട്ട്, നോബഡി സെയിങ് ദാറ്റ് ദർ ഇസ് നോ ഏലിയനേഷൻ. ഏലിയനേഷൻ ഈസ് ദർ. CW മിൽസ് എന്താ പറഞ്ഞത്? ദർ ഇസ് എ വൈറ്റ് കോളർ ഏലിയനേഷൻ. എന്താണ്? സർവീസ് സെക്ടറിലുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഏലിയനേഷൻ ഫീൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്രിറ്റിസിസം വിത്ത് റെസ്പെക്ട് ടു ക്ലാസ് ഇൻ itself to class for itself. Okay. Class in itself to class for itself. First scholar Lenin. Okay. So Marxist-Leninist ML. So what is Lenin? Lenin says that, see, Lenin every work basically. Lenin is from Russia, means USSR. Okay. So Lenin, Russian revolution under Lenin. Lenin under Russian revolution. But at that point of time, Russia is not an industrial society. Russia industrial society ആയിരുന്നോ? അല്ല. റഷ്യ എന്ത് സൊസൈറ്റി ആയിരുന്നു? അഗ്രികേറിയൻസ് അല്ലെങ്കിൽ പെസന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്യൂഡൽ സൊസൈറ്റി ആയിരുന്നു. Marx expected revolution to happen in a capital society, but actually happened in a Russia, which is a peasant based society. So Lenin was the person who organized the revolution. So Lenin says that, see, Marx എന്താ പറഞ്ഞത്? Class in itself or to class for itself എങ്ങനെ സംഭവിക്കും? Means the transformation എങ്ങനെ സംഭവിക്കും? It will inevitable. It is, see, moving from class in itself to class for itself ആവുക എന്ന് പറയുന്നത് inevitable ആണ്. കാരണം എന്താണ്? ഇത് തന്നെ അങ്ങോട്ട് എത്തും. Because ഈ ഇൻഹെറിറ്റന്റ് കോൺട്രാഡിക്ഷൻ ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ക്ലാസിന് ഇറ്റ്സെൽഫ് കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ക്ലാസ് ഫോർ ഇറ്റ്സെൽഫ് ആവും എന്നുള്ളതാണ് കാൾ മാർക്സ് പറഞ്ഞത്. ലെനിൻ പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കില്ല. യു നീഡ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ. സോ ദാറ്റ് ഹി സേസ് ദാറ്റ്, ലെനിൻ സേസ് ദാറ്റ് ദർ ഇസ് എ നീഡ് ഫോർ പൊളിറ്റിക്കൽ പാർട്ടി. പൊളിറ്റിക്കൽ പാർട്ടി എന്ത് ചെയ്യണം? എഡ്യൂക്കേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് യു ആർ ബീങ് എക്സ്പ്ലോയിറ്റഡ്. സോ ഓട്ടോമാറ്റിക് ഇന്നെവിറ്റബിലിറ്റി ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്ത് ചെയ്യുന്നില്ല? ലെനിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ലെനിൻ പറയുന്നത് ക്ലാസ് സ്ട്രഗിൾ ഇന്നെവിറ്റബിൾ അല്ല. കാരണം ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു തോട്ട് മാറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എഡ്യൂക്കേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് റഷ്യയിൽ ബേസിക്കലി വാൻഗാർഡ് പാർട്ടി ആദ്യം സെറ്റപ്പ് ചെയ്യും. സോ റഷ്യയിൽ വാൻഗാർഡ് പാർട്ടിന്റെ പരിപാടി എന്താ? എഡ്യൂക്കേറ്റ് ദി പെസൻസ്.
ഫോർ റെവല്യൂഷൻസ്. അപ്പൊ ലെനിനൊക്കെ എന്ത് ചെയ്യും, ആളുകളെ കോൺഷ്യസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതണം എന്നുള്ളതാണ് ബേസിക്കലി പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ലെനിന്റെ വ്യൂ പോയിന്റ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ ML, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ML എന്ന് കണ്ടിട്ടുണ്ടാവും, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഈ ബേസിക്കലി ഇതെവിടെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ML പാർട്ടീസ് ഒക്കെ കുറച്ചുകൂടി ബേസിക്കലി നമുക്ക് പറയാൻ പറ്റും ഈ റെവല്യൂഷണറി ഓറിയന്റഡ് പാർട്ടീസ് ആണ്. സോ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റിൽ ബിലീവ് ചെയ്യുന്നത്, മാർക്സിസ്റ്റ് പറയുന്നത് എന്താണ്, ക്ലാസ് സ്ട്രഗിൾ ആണ്. ലെനിനിസ്റ്റ് പറയുന്നത് പെസൻട്രീന്റെ അടുത്തുള്ള ക്ലാസ് സ്ട്രഗിൾ ആണ്. ഓക്കെ, മാർക്സ് സംസാരിക്കുന്ന ക്യാപിറ്റൽ സൊസൈറ്റിയെ പറ്റിയാണ്, ലെനിൻ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണ്, ഫ്യൂഡൽ സൊസൈറ്റിയെ പറ്റിയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന മറ്റേ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഉള്ള ഏരിയയിലൊക്കെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, ML ആയിരിക്കും ഉണ്ടാവുക. ബേസിക്കലി ദേ വാണ്ട് എ റെവല്യൂഷൻ ഇൻ ദി പെസൻട്രി ക്ലാസ്. സോ മാർക്സ് ആൻഡ് ലെനിൻ both of them are important for them. That is why Marxist Leninist എന്ന് വിളിക്കാൻ കാരണം. Okay, with respect to circuit of commodity, another criticism, സർക്യൂട്ട് ഓഫ് കമ്മോഡിറ്റി എന്താണ്, കമ്മോഡിറ്റി എങ്ങനെയാ മൂവ് ചെയ്യുന്നത് അല്ലെ? ആദ്യം എങ്ങനെയായിരുന്നു, C1 to C2 ആയിരുന്നു ബാർട്ടർ സിസ്റ്റം. പിന്നെ അതെന്തായി മാറി, C1 M1 C2 ആയി മാറി. പിന്നെ എന്തായി മാറിയത്, M1 C1 M2 ആയി മാറി. ഇതാണ് സർക്യൂട്ട് ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. കമ്മോഡിറ്റി ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം കമ്മോഡിറ്റിക്ക് വേണ്ടി കമ്മോഡിറ്റി ഉണ്ടാക്കി, പിന്നെ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് സിസ്റ്റം മണിയാക്കി മാറ്റി, കമ്മോഡിറ്റി വേണ്ടി മണി കൊണ്ട് കമ്മോഡിറ്റി ഉണ്ടാക്കി, കൂടുതൽ മണി ഉണ്ടാക്കി അല്ലെ? മണിക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഇതാണ് സർക്യൂട്ട് ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. സോ ദർ ഈസ് എ ഫെമിനിസ്റ്റ് തിങ്കർ, സോ ഷീ സേസ് ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു കമ്മ്യൂണിറ്റി ഓഫ് മണി, ഹർ നെയിം ഈസ് നാൻസി ഹാർട്ട്സ്റ്റോക്ക്. So Nancy Hartstock, she says that ഈ സർക്യൂട്ട് ഓഫ് കമ്മോഡിറ്റി പോലെ തന്നെ in the present society, who is actually the commodity എന്ന് പറയുന്നത്, women are the actual commodity. See, ഇത് എല്ലാ തിങ്കേഴ്സ് നിങ്ങൾ പഠിക്കുകയും എല്ലാ തിയറിയും നിങ്ങൾ പഠിക്കണ്ട ക്രിറ്റിസിസത്തില്. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന, കാരണം ഇതിനകത്ത് കുറെ തിങ്കേഴ്സ് എഴുതാനൊന്നും പഠിക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർത്ത് വെക്കാൻ പറ്റുന്നത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനം മാത്രം പഠിക്കുക. കുറച്ച് ഇതിനകത്ത് 2-3 തിങ്കേഴ്സ് എക്സ്ട്രാ ഉള്ളൂ, ബാക്കി ഞാൻ കുറച്ചെണ്ണം അവിടെ ഇവിടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് പറയാത്തതുകൊണ്ട് ഞാൻ എക്സ്ട്രാ അഡീഷണല് കുറച്ചുകൂടി നിങ്ങൾക്ക് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് 2-3 എഴുതാം. കുറെ ക്രിറ്റിസിസം ഉണ്ട്, വേണം ഇത് ഞാൻ നോട്ടാക്കി തരാം, നോട്ടാക്കി തരാം, PDF ആക്കി തരാം, 1 പേജ് നോട്ടാക്കി തരാം. ഓക്കെ, സോ എല്ലാം പഠിക്കണ്ട. ബേസിക്കലി എന്താ, നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പുതിയ സാധനങ്ങൾ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് സാധനം തരുന്ന കേട്ടോ. നാൻസി ഹാർട്ട്സ്റ്റോക്ക് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് ദ വിമൺ ആർ ദി കമ്മോഡിറ്റി. അപ്പൊ എല്ലാം പഠിക്കണം എന്ന് വിചാരിക്കരുത് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിക്കും. ഇനി ചിലത് ഓർമ്മ വന്നില്ല, നിങ്ങൾക്ക് എന്താ ആസ് പെർ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് ഇറ്റ് ഈസ് വിമൺ ആർ ദ കമ്മ്യൂണിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതാം. ഓക്കെ, സോ നാൻസി ഹാർട്ട്സ്റ്റോക്ക് ഇറ്റ് ഈസ് വിമൺ ആർ കമ്മ്യൂണിറ്റി. വൈ വിമൺ ആർ കമ്മ്യൂണിറ്റി? ഷീ സേസ് ദാറ്റ് വിമൺ എന്ത് ചെയ്യുന്നു, വിമൺ ആസ് ആൻഡ് എന്താണ്, ആർ ദി കമ്മോഡിറ്റീസ് ആണ്. വിമൺ എന്താണ്, വിമൺ ആസറ്റ് ഒരു കമ്മോഡിറ്റി ആണ്. വിമൺ എന്ത് ചെയ്യുന്നു, വേറൊരു സാധനത്തിന്റെ കൂടെയും വിമൺ ഒരു അറ്റാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കമ്മോഡിറ്റി ആയിട്ട് വരുന്നു. സോ ഷീ ഓൾസോ സേസ് ദാറ്റ് വിമൺ ഓൾസോ ഹാവ് യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ. വിമണിനും എന്തുണ്ട്, യൂസ് വാല്യൂ ഉണ്ട്. നമ്മൾ മാത്സ് പഠിച്ചില്ലേ, അതേ സെയിം കോൺസെപ്റ്റ് എടുത്ത് പുള്ളിക്കാരി പറയുന്നത് വിമണിന് യൂസ് വാല്യൂ ഉണ്ട്, എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്. എന്താണ് യൂസ് വാല്യൂ? when she uses the caring services for her own family, which is known as use value. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാമിലിയെ കെയർ ചെയ്യുന്നു, സ്വന്തം ഫാമിലി, ഓൺ ഫാമിലിനെ കെയർ ചെയ്യുന്നു, യൂസ് വാല്യൂ. ഓക്കെ, ഫാമിലി കെയറിങ്, ഇതൊക്കെ എന്താണ്, യൂസ് വാല്യൂ ഓഫ് വിമൺ ആണ് എന്ന് പറയുന്നു. പക്ഷെ വിമൺ ഓൾസോ ഹാസ് എക്സ്ചേഞ്ച് വാല്യൂ. ദിസ് എക്സ്ചേഞ്ച് വാല്യൂ കംസ് when the marriage happens. Okay, women are a commodity to exchange. കല്യാണത്തിന്റെ സമയത്ത് ബേസിക്കലി എന്താ നടക്കുന്നത്, ഇറ്റ് ഈസ് ദ കമ്മോഡിറ്റി ഓഫ് വിമൻ ബീങ് എക്സ്ചേഞ്ച്. യു ആർ റെഡി ടു ഗിവ് അപ്പ് ദിസ് വിമൻ ഫ്രം യുവർ ഫാമിലി ടു സം അതർ വുമൻ ഫാമിലി. So there is an exchange of women happening. So women is just like a commodity. It's being sold in the market at the time of marriage. For example, dowry എന്ന് പറയുന്നത് എന്താണ്, in other way it is nothing but a price അല്ലെ? To keep up this woman, to take care of this woman, you are giving money. So you are marrying for the money. So women is just there is concept called trophy wives. What is trophy wife? എന്താ ട്രോഫി വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, see some people
when they are, towards their end of life, 70, 80, they will marry 25, 20-year-old women. Okay. Because marrying 25 or 20-year-old woman for a 80 or 70 is kind of a status symbol. You able to marry means it's a status symbol. Having a woman of 20 age, 20 younger woman with you, it's a status symbol. That means woman is just like an iPhone. When you have a beautiful woman, that is called trophy one. You feel like it's a commodity. When you know that this is your wife, others will like, oh, that status you will get. So people keep the wife as a trophy. Okay. So 80-year-old, 90-year-old marry 25, 20-year younger woman for a trophy. It's just nothing but woman is a commodity to show off. Okay. It's a commodity. Dowry is a commodity. And trafficking of women being trafficked to international borders. Nepal like woman Myanmar like woman trafficking. So trafficking woman is for money. So trafficking and then a commodity. So present society product basically exchange value women are being exploited circuit of money basically money exchange. And she says that there is a wage gap in circuit of money. Circuit of money ഒരു wage gap. Wage gap when men work, what is actually happening is that when you commodity one, that is your labor, when you are giving turn into money, and money can be turned to another labor like that. Okay, this is when men work. When women work, C1 lead to M1 bracket minus leading to C2. This is women work. So what is the difference? When men work, they will get actual money, but women work, they will get minus money. So they won't get the equal salary, equal pay, equal work for equal pay. Sorry, equal pay for equal work is not there. When the men work, they will get 500 rupees. The same work when the women doing, they will only get 300 rupees. So money is reduced so that women cannot, achieve their own dream by themselves. What is the important here? That if you are by reducing, minusing the money getting by women, it is make sure that women are not able to achieve their own dream by themselves. They always will be dependent on men because men are accumulating money, they are losing money. So men are accumulating money, that is why they are able to achieve their home, car, but same salary. So because of that, women are losing the money. So since women are losing money or women are losing the wealth because of their working, they are not able to achieve what men are getting. So equal salary is not there. So women will be completely perpetually dependent on men to achieve their own dream. So that's what she's saying. Okay. So so she says that because of that, what is actually happening here, that men in a work 500 rupees other work 300 rupees. So more surplus value women. So for the capitalist, actually surplus value, it is not just labor, it is from the female labor. Okay, women labor create surplus labor. Sorry, surplus value and Nancy പറയുന്നത്. Okay. So her viewpoint, she said that women labor surplus value Okay. Clear? Another thinker, criticism with respect to socialism, Marxist socialism. Marx class struggle at the end of the class struggle there will be socialism. So actual socialism, present model of socialism, socialist country Russia and China. So when you look at Russia and China, before the revolution, in Russia and China, sorry, feudalism, they've been feudal society. So feudal society, they actually from feudal society, usually Marx society history class struggle, and it's a linear model. And then the linear model, primitive communism, ancient society to feudal society to capitalist society, capitalist to socialism, socialist to communist society. So every society go through the same path. But what we have observed in Russia and China, you can see that feudal society
ക്യാപിറ്റൽ സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്തില്ല, പോയില്ല. ഡയറക്ട്ലി വെന്റ് ടു socialism. So they bypassed capitalism and directly went to the socialism. So that means what does it mean? So there won't be any linear fashion of history ഉണ്ടാവില്ല. History is diverse. ഡിഫറെന്റ് സൊസൈറ്റിയിൽ എന്തായിരിക്കും, ഡിഫറെന്റ് മോഡലിലായിരിക്കും സൊസൈറ്റി വരിക. ഒരേ പാറ്റേണിൽ തന്നെ സൊസൈറ്റി പോകണമെന്ന് എന്തില്ല, യാതൊരു നിർബന്ധമില്ല. ദർ ഇസ് എ ഒരു ലീനിയർ പാറ്റേണിൽ സൊസൈറ്റി പോവുക എന്നുള്ളതിന് നമുക്ക് ഇമ്പോർട്ടന്റ് ഇല്ല. ഹിസ്റ്ററി ഈസ് നോട്ട് യൂണിലീനിയർ. ഹിസ്റ്ററി എന്തല്ല, ഒരു ലൈനിലൂടെ അല്ല പോകുന്നത്, ഡിഫറെന്റ് ആയിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഇഫ് എ ക്വസ്റ്റ്യൻ കംസ് ടു അനലൈസ് ഡു വി ഹാവ് എ റിയൽ സോഷ്യലിസം, അല്ലെങ്കിൽ മാർക്സ് കണ്ട സോഷ്യലിസ്റ്റ് സൊസൈറ്റി, ഡു വി ഹാവ് ദ റിയൽ സോഷ്യലിസം അറ്റ് പ്രസന്റ് സൊസൈറ്റി, ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ചൈനയുടെ എക്സാമ്പിൾ ഇടുക. ചൈന ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണോ? ബേസിക്കലി എന്താണ്, ചൈന ഈസ് എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി അല്ലെ, സൊസൈറ്റി സോഷ്യലിസ്റ്റ് ആണ് സൊസൈറ്റി. പക്ഷെ എന്താണ്, വിത്ത് എ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, എക്കണോമി ക്യാപിറ്റലിസ്റ്റ് അല്ലേ, വിത്ത് കമ്മ്യൂണിസ്റ്റ് പൊളിറ്റി അല്ലെ, അല്ലെങ്കിൽ സ്റ്റേറ്റ്. സോ ചൈന ഈസ് നോട്ട് ജസ്റ്റ് എ സോഷ്യലിസ്റ്റ്. ചൈന ഈസ് ഹാവിംഗ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി but capitalist economy, but supported by a communist party. So there is no pure form of socialism what you have expected under Marx theory ഉള്ള ഒരു പ്യൂർ ഫോം ഓഫ് സോഷ്യലിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈവൻ ചൈന എന്താണ്, ചൈന ഈസ് ജസ്റ്റ് കൈൻഡ് ഓഫ് എന്താണ്, ബേസിക്കലി ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി തന്നെയാണ്. ക്യാപിറ്റലിസ്റ്റ് മാസ് പ്രൊട്ടക്ഷൻ ആണ് ചൈന ചെയ്യുന്നത് അല്ലെ. ചൈന ഈസ് എ മാസ് പ്രൊഡക്റ്റീവ് സൊസൈറ്റി. ഈവൻ 2004 China got independence in 1949. Okay, and in 2004 China acknowledged private property. See, Marx in the communist society private property undo illa, but 2004 China endu cheyyunnundu, China acknowledged private property. Okay, that means they are accepting it's a capitalist society. So China is nothing but a social society with a capitalist economy and communist പാർട്ടി എന്നുള്ളതാണ് ചൈനയെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി വേറൊരു തിങ്കർ ലൈനറ്റ് ഓങ് എന്ന് പറയുന്ന തിങ്കർ, ഇന്ത്യ ഒരു എക്കണോമിയും പ്യുവർലി ക്യാപിറ്റലിസ്റ്റ് അല്ല, ഇപ്പം ഒരു എക്കണോമിയും പ്യുവർലി കമ്മ്യൂണിസ്റ്റും അല്ല. എല്ലാത്തിനും ഈ മിക്സസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട്, ഇന്ത്യയിലും ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആണ് ഇപ്പൊ ബേസിക്കലി. ഇന്ത്യ ഈസ് പ്രൊമോട്ടിംഗ് ക്യാപിറ്റലിസം, ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജീസ് ആണ്. So he says that China is a capitalist country with a socialist face. China is nothing but capitalist society with a socialist face. He himself says that it is like Adam Smith wearing the suits of Karl Marx. Okay, China is nothing but Adam Smith wearing the suits of Karl Marx. Inside എന്താണ്, Adam Smith ആണ്, പക്ഷെ പുറത്ത് എന്താണ്, കാൾ മാക്സിന്റെ രൂപമാണ്, സൂട്ട്സ് ആണ്. ഓക്കെ, സോ ലൈനറ്റ് ഓങ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആണ് ചൈന എന്ന് പറയുന്നത്, പക്ഷെ എന്താണ്, സോഷ്യലിസ്റ്റ് ഫേസ് ആണ്. കാരണം ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്റ്റേറ്റ് ആണ് കംപ്ലീറ്റ്ലി പവർ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. സ്റ്റേറ്റ് ലെഡ് ആണ് നമ്മളെ ചൈനയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലെഡ് ആണ്. ഇനി കമ്മ്യൂണിറ്റി പാർട്ടി, അവിടെ നിന്ന് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റിൽ കംപ്ലീറ്റ്ലി ഡെമോക്രസി ഉണ്ടോ? You can only participate in election if you are a member of communist party. There is only one party. You can have different party, but it will be under the communist party. You should register under communist party to form a party. അപ്പം മൾട്ടി പാർട്ടി ആണെന്ന് വെച്ചാൽ എങ്ങനെയാണ്, there is only one party, പക്ഷെ മത്സരിക്കാൻ ഡിഫറെന്റ് പാർട്ടി ഉണ്ടാവും, പക്ഷെ അതിന്റെ അണ്ടറിൽ എന്തുണ്ടാവും, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മത്സരിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർലമെന്റിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 3000-ഓളം MP-മാരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അത് പക്ഷെ വർഷത്തിൽ 1-2 പ്രാവശ്യം ഈ പ്രസിഡന്റിനെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ കൂടുള്ളൂ. ഓൾ ആർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി elected തന്നെയാണ്. There is only one party. So they are also saying that we are democracy. So it is a form of democracy. We can't say that it is not democracy. It's been elected only. But the only thing is that there is only one party. So സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരിക്കും. So power is centralized. Power is not decentralized. In a communist society, Karl Marx എന്താ പറയുന്ന, power being decentralized. Everybody will be having power. But in China, there is centralization of power. Power is not decentralized. Power is not with the people. Power is with with the central. Okay, so wealth is not disintegrated. Wealth is given to different ആൾക്കാർക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് മെമ്പേഴ്സിന് പോകും, പക്ഷെ മെമ്പേഴ്സ് എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും.
അങ്ങനെ വേറെ പാർട്ടിയില്ല. So that is why J.K. Galbraith, another thinker, he says that under capitalism, man exploits man. Okay. Under capitalism എന്താ നടക്കുന്നത് ശരിക്കും? മാൻ എന്ത് ചെയ്യുന്നുണ്ട്? മാൻ എക്സ്പ്ലോയിറ്റ് മാൻ. മാൻ എന്ത് ചെയ്യുന്നു? മാനിനെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ബട്ട് ഇൻ എ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ എങ്ങനെയായിരിക്കും? What is the opposite of man exploit man? What is the opposite of? It is just the opposite. What is the opposite of man exploit man? It is nothing but man exploit man. Same. അല്ലേ? Capitalist society man എന്ത് ചെയ്യുന്നു? Exploiting man. In communist society, he said that it is nothing but it is just an opposite. That means again there will be man exploit man. That means there is no difference of exploitation. Every society there will be exploitation. In capitalist society, man exploits man, and in communist society also man exploits man. You can say that in capitalist society who exploit? Man means capitalist. This man is proletariat. Here, this man is proletariat. This man is capitalist. Both are exploiting only. There is no difference between communist society and capitalist society. In every society, man exploited by man. So that is what he says. Okay. അങ്ങനെ ഇല്ലാന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ ഒരിക്കലും. അത് ഭയങ്കര എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ? വിത്തൗട്ട് എക്സ്പ്ലോയിറ്റേഷൻ ദർ ഇസ് നോ സൊസൈറ്റി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ബട്ട് വി ക്യാൻ ക്രിട്ടിസൈസ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ചെയ്താൽ വാട്ട് ഈസ് ദ മാക്സ് എന്താ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുള്ള ക്രിറ്റിസിസം ആണ് ഇയാൾ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ എന്താണ്? ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി മാൻ എക്സ്പ്ലോയിറ്റ് മാൻ. In communist society, it is just opposite. By seeing the examples of China and all. China, see, in a communist society, in the socialist society, state owns everything. For example, China strategical sectors are owned by state. For example, petroleum, atomic energy, space sector, everything is owned by state. So if the state become the owner means it is a socialist state and owning. But the thing is that the wealth from these particular industries are not shared with the people. ശരിക്കും എന്ത് ചെയ്യണം? ഇതിൽ നിന്നുണ്ടാകുന്ന പൈസ എന്ത് ചെയ്യണം? പീപ്പിളിന് ഷെയർ ചെയ്യണം. അത് ചെയ്യുന്നില്ല. റാദർ ഇത് എന്താ ചെയ്യുന്നത്? ദേ ആർ പ്രൊമോട്ടിങ് എക്സ്പാൻഷനിസം അല്ലെ? BRI, Border Road Initiative, China-Pakistan Economic Corridor, Eurasian expansionism. So China is expanding. China is investing this money to the expansion of China, not to redistribute the wealth to the people. That is why in China there is a problem of poverty. There is also problem of inequality is there China, and there is also problem of lack of education to the children, and children drop out in also increasing in China. So all these problems are there in China. People are not understanding because news is not coming out from China. That's it. So issues are there. Okay. So it is not the real socialism. There is also exploitation. That is why he said that it is just the opposite of capitalist society. Man exploit man. Okay. Another thinker, Francis Fukuyama. Francis Fukuyama in his book End of the History. മാസ് ബിൽഡിങ്ങുകളല്ല, മീൻസ് ഫാക്ടറിയിൽ ആളുകൾ എംപ്ലോയ് ആണ്. See China, what China is doing? China is dumping their goods in outside countries. For example, China dumps their goods in India to capture the market. To dump some particular goods, you need to produce at the cheapest price. To produce something at the cheapest price, what you need to do? You need to give less wages. If you are paying less wages, means you are exploiting. What Max said, in a social society there is no exploitation, but what China is doing? China is exploiting the labor so that they are only paying very less amount to the labor. That is why they are able to produce very cheap goods, can be dumped to other market. So the exploitation is happening in the Chinese economy. China also exploited full workers based economy. So Francis Fukuyama in his book End of the History, he says that capitalism is the end of the history. Capitalism ആണെന്ന് പറയുന്നത് end of the history. History തീർന്നു. ലാസ്റ്റ് എന്താണ്? എൻഡ് ഓഫ് ദി ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിസം ആണ്. ആരാ എൻഡ് ഓഫ് ഹിസ്റ്ററി ആദ്യം പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഹിസ്റ്ററി ഇവിടെ കൊണ്ട് തീർന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാ?
ഹെഗേൽ പറഞ്ഞില്ലേ, നെപ്പോളിയൻ വന്നപ്പോ നെപ്പോളിയൻ ഈസ് ദ എൻഡ് ഓഫ് ദി ഹിസ്റ്ററി, ഇനി തീർന്നു എന്ന് പറഞ്ഞേ. സോ ആക്ച്വലി എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഫ്രാൻസിസ് ഫുക്കിയാമ പറയുന്ന ആരാണ്? ഫ്രാൻസിസ് ഫുക്കിയാമ സേഡ് ദ എൻഡ് ഓഫ് ദി ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം ആണ് എൻഡ് ഓഫ് ദി ഹിസ്റ്ററി. ഇനി ഒരു ഹിസ്റ്ററി വരാനില്ല. ബിക്കോസ് all other alternative of capitalism is some other form of capitalism only. എന്ത് ഫോം ഓഫ് ഓൾട്ടർനേറ്റീവ് ഓഫ് ക്യാപിറ്റലിസം എന്താണ്? വേറെ ഫോം ഓഫ് ക്യാപിറ്റലിസം മാത്രമാണ്. ക്യാപിറ്റലിസം തന്നെയാണ് അത്. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റലിസത്തിന് ഓൾട്ടർനേറ്റീവ് ആണ് മിക്സ്ഡ് എക്കണോമി. അഗെയിൻ ഇറ്റ്സ് എ ക്യാപിറ്റലിസം. ഇതിന് ഓൾട്ടർനേറ്റീവ് ആണ് സോഷ്യലിസം. അഗെയിൻ ദർ ഇസ് എ ക്യാപിറ്റലിസം. ഇൻ ചൈന, റഷ്യ, യു ക്യാൻ സി ക്യാപിറ്റലിസം. കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി, യു ക്യാൻ സി അഗെയിൻ എ ക്യാപിറ്റലിസം. സോ ഇറ്റ് ഈസ് ജസ്റ്റ് യു ആർ ജസ്റ്റ് ചേഞ്ചിങ് ദ നെയിം. ഇറ്റ് ഈസ് ഓൾ ആർ ഓൾട്ടർനേറ്റീവ് ഓഫ് capitalism തന്നെയാണ്. സോ ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ് ബിയോണ്ട് ക്യാപിറ്റലിസം ദർ ഇസ് നോ ഡിഫറെന്റ് ഫോം ഓഫ് ക്യാപിറ്റലിസം. എല്ലാം ഡിഫറെന്റ് ഫോം ഓഫ് ക്യാപിറ്റലിസം ആണ്. ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ് ടു ക്യാപിറ്റലിസം എന്നുള്ളതാണ്. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു മോഡ് ഓഫ് പ്രൊഡക്ഷൻ ക്രിറ്റിസിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ തിയറി ഓഫ് കാൾ മാർക്സ്. Under mode of production theory, Marx believed that class struggle is the motor of history. അല്ലെ? ഹിസ്റ്ററി ഉണ്ടാവാൻ കാരണം എന്താണ്? ക്ലാസ് സ്ട്രഗിൾ ആണ്. ക്ലാസ് സ്ട്രഗിൾ is the motor of history. Okay, so history happens with the class struggle. Class struggle is the motor of history. So basically ഇതാണ് കാൾ മാർക്സിന്റെ വ്യൂ പോയിന്റ്. പക്ഷെ മോഡ് ഓഫ് പ്രൊഡക്ഷനിലെ തിയറി നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് മോഡേണിസ്റ്റ് സ്കോളർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്റണി ഗിഡൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് ആന്റണി ഗിഡൻസ് ഈസ് സെയിങ് Giddens is saying that ഈ ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ക്ലാസ് സ്ട്രഗിൾ പറയുന്നത് ബേസിക്കലി ഇസ് ഓൺലി വൺ ഫോം ഓഫ് സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ. ഹിസ്റ്ററിന്റെ ചേഞ്ച് ചെയ്യുന്ന ക്ലാസ് സ്ട്രഗിൾ ഒന്ന് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, വെൻ യു ലുക്ക് അറ്റ് ഹിസ്റ്ററിന്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഗോട്ട് സെപ്പറേറ്റഡ്. ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ? പാകിസ്ഥാനും ഇന്ത്യയും പാർട്ടീഷൻ ചെയ്തത് ക്ലാസ് സ്ട്രഗിൾ ആണോ? അല്ല. ഹിസ്റ്ററി ഡെവലപ്ഡ് നോട്ട് ബിക്കോസ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് റിലീജിയസ് പ്രോബ്ലം. അല്ലെ? അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കൊളോണിയൽ പോളിസിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ക്ലാസ് സ്ട്രഗിൾ കൊണ്ടാണ് ഹിസ്റ്ററി മാറുക എന്ന് പറയുന്നത് എന്താണ്? ഓൺലി വൺ ഫോം ഓഫ് ഹിസ്റ്ററി മൂവ്മെന്റ് ആണ്. ദർ ആർ മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് മൂവ്മെന്റ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്ത് ചെയ്യുന്നത് ചേഞ്ചസ് ഹാപ്പൻ. ഫോർ എക്സാമ്പിൾ, എത്നിക് വയലൻസ് കൊണ്ട് സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്യുന്നില്ലേ? അപ്പൊ അവിടെ ഹിസ്റ്ററി പ്രോഗ്രസ് ചെയ്യുന്നില്ലേ? ഹിസ്റ്ററി പ്രോഗ്രസ് ചെയ്യുന്ന ആ കോൺഫ്ലിക്ട് എന്താണ്? Basically, class struggle is one form of conflict. There will be religious conflict, there will be political conflict, there will be ethnic based conflict. So conflict will be in a different type of conflict will be there in different society. No, Marx is saying only one type of conflict, one type of struggle, that is class struggle, economical struggle. But that itself എന്താണ്? different type of struggles ആണ് മോഡേൺ സൊസൈറ്റിയിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഗിഡൻസ് പറയുന്നത്. ക്ലാസ് സ്ട്രഗിൾ ഈസ് ഓൺലി വൺ ഫോം ഓഫ് സ്ട്രഗിൾ. റിലീജിയന്റെ ബേസിൽ ആളുകൾ എന്ത് ചെയ്യുന്നത്? അടി ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്? സ്ട്രഗിൾ ആണ് കേട്ടോ. സോ and revolutions are not limited to class struggle. Movement can also from different identity നിന്ന് struggle ഉണ്ടാവും. LGBT community struggle ഉണ്ടായി എന്നില്ലേ? So they are also making changes in the society. So it's a sexuality based struggle. So gender based struggle. Feminist movement coming up with they are also changing society. So feminist movement is also gender based organization. Religious based movements are there. So struggle are different struggles are existing. So എന്ത് ചെയ്യുന്നുണ്ട്? പല ടൈപ്പ് ഓഫ് സ്ട്രഗിൾസ് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ എന്നുള്ളതാണ്. ഓക്കെ, ഇനി മാക്സ് പ്രെഡിക്റ്റ് ചെയ്തു സൊസൈറ്റിയിൽ എന്തുണ്ട്? ക്യാപിറ്റൽ സൊസൈറ്റിയിൽ എന്ത് വരും? ബേസിക്കലി റെവല്യൂഷൻ വരും എന്നുള്ള മാക്സ് പ്രെഡിക്റ്റ് ചെയ്തു. വൈ ഡിഡ് ദാറ്റ് ആക്ച്വലി ഹാപ്പൻ എന്ന് ചോദിച്ചാലോ, എന്തുകൊണ്ടായിരിക്കും അപ്പൊ റെവല്യൂഷൻ വരാത്തത്? ക്യാപിറ്റൽ സൊസൈറ്റിയിൽ റെവല്യൂഷൻ വരുന്നതാണ് കാൾ മാക്സ് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കലായിട്ട് നടക്കുന്നു പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് ആക്ച്വലി വന്നില്ല? ഒന്ന് ക്ലാസ് കോൺഷ്യസ് വന്നില്ല എന്ന് പറയും. എന്തുകൊണ്ട് ആളുകൾക്ക് മാക്സ് പറഞ്ഞ ആ ക്ലാസ് കോൺഷ്യസ് തന്നെ വരുന്നുള്ളായിരുന്നു പറഞ്ഞല്ലേ? പക്ഷെ അത് ശരിക്കും വന്നിട്ടില്ല. ആ ക്ലാസ് കോൺഷ്യസ് വന്നിട്ടില്ല, ആ സ്ട്രഗിൾ വന്നിട്ടില്ല. ഈവൻ റെവല്യൂഷൻ വരും എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ സൊസൈറ്റി വരും എന്ന് പറഞ്ഞാൽ വന്നത് തന്നെ എവിടെയാണ്? ചൈനയിലും റഷ്യയിലും. അതെന്ത് സൊസൈറ്റിയാണ്? പെസൻട്രി സൊസൈറ്റിയാണ്, ഫ്യൂഡൽ സൊസൈറ്റിയാണ്. സോ മാക്സ് പറഞ്ഞിട്ടുള്ള ക്ലാസ് സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് ചെയ്തിട്ടില്ല? മെറ്റീരിയലൈസ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പ്രോപ്പറായിട്ട് വന്നു എന്ന് പറയാൻ പറ്റില്ല. സോ ജർഗൻ ഹെബർമാസ് ബേസിക്കലി ഹെബർമാസ് പറയുന്നത് എന്തുകൊണ്ടാണ്
ഇത് നടക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സപ്പോസ് തിങ്ക് ദാറ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ജനറൽ പോയിന്റ് എഴുതാം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക എന്തുകൊണ്ട് സ്ട്രഗിൾ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? കമ്മ്യൂണിറ്റി ഇപ്പം ഓരോ കമ്പനീസും അവരെ ഫാമിലി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫാമിലി പണ്ടത്തെ പോലെ എക്സ്പ്ലോയിറ്റേഷൻ കുറവാണ്. സ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അവേഴ്സസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻ കമ്പനീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടാറ്റ, പീപ്പിളിന്റെ പാർട്ടിസിപ്പേഷൻ കമ്പനിയിലുണ്ട്. അപ്പൊ അവർക്ക് തന്നെ അവരുടെ വോയിസ് ആയിട്ട് അവർക്ക് തോന്നും, അവർക്ക് ഇടപെടാൻ പറ്റും. പിന്നെ മാത്സ് പറഞ്ഞാൽ ഒറ്റ ക്ലാസ് അല്ലുള്ളത്. ദർ ആർ മാനേജീരിയൽ ക്ലാസ്, വർക്കിംഗ് ക്ലാസ്, അപ്പർ മാനേജറിയൽ ക്ലാസ്. അപ്പൊ ഒരു ക്ലാസ് കോൺഷ്യസ് ഒരിക്കലും വരില്ല. എന്തല്ല ഏലിനേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ ഇന്റർ റിലേറ്റഡ് ആയതുകൊണ്ട് യു കനോട്ട് സേ ദാറ്റ് ദർ ഈസ് എ ഏലിനേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഡിവിഷൻ ഓഫ് ലേബർ, ഡിവിഷൻ ഓഫ് ലേബർ പ്രോപ്പർ ആയിട്ട് നടക്കുന്നു. സോ ഇന്റർ ഡിപെൻഡന്റ് ആണ്. സോ ദേ നീഡ് ഈച്ച് അതർ. സോ ക്യാപിറ്റലിസ്റ്റിന് ഒറ്റയ്ക്ക് പറ്റില്ല, അത് പറയാം. അപ്പം സി ബേസിക്കലി തിങ്കേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആക്ച്വലി ആൻസർ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാം, അങ്ങനെ എഴുതുന്ന ഒരു തെറ്റില്ല. പക്ഷെ നല്ല രസത്തിൽ നിങ്ങൾ അനാലിസിസ് ചെയ്യാത്ത മാത്രം മതി. അതിനൊന്ന് വാല്യുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നോ രണ്ടോ തിങ്കറിനെ നമുക്ക് എഴുതാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മൊത്തം തിങ്കേഴ്സിന് വെച്ച് ആൻസർ എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടില്ല. യുവർ ഓൺ അനാലിസിസ് വുഡ് ബി ബെറ്റർ. ഓക്കെ, എന്തുകൊണ്ട് മാത്സ് റവല്യൂഷൻ നടക്കുന്നില്ല? സ്റ്റേറ്റ് വലിയൊരു പൊളിറ്റിക്കൽ എഫക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയേ, കുറയ്ക്കുന്നു. UAE 4 വീക്കിലേക്ക് പോവാണ്. 4 ഡേ വർക്കിംഗ് ഡേയിലേക്ക് വർക്കിംഗ് വീക്കിലേക്ക് പോവാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടു, അല്ലെ? കുറെ ഇവിടെ ഇന്ത്യയിൽ ഭയങ്കര അൺഎംപ്ലോയ്മെന്റ് ആണ്. കാൾമാക്സ് പറഞ്ഞ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് കൂടി അത് റവല്യൂഷനിലേക്ക് വരും. പക്ഷെ സപ്പോസ് ഇന്ത്യയിൽ ഭയങ്കര അൺഎംപ്ലോയ്മെന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ whom you will revolution start ചെയ്യും? Against Ambani or Adani or against the ruling government? It is against the ruling government. State is the responsible person of capitalism in the present society. അല്ലേ? അതായത് മാക്സ് വെച്ചത് നിങ്ങൾ ജോലി പോകുമ്പോൾ ആർക്കെതിരെ നിങ്ങൾ പോകുന്നതാണ്? അംബാനിക്കെതിരെ പോകുന്നുള്ള, അദാനിക്കെതിരെ പോകുന്ന, ബൂർഷാസിക്കെതിരെ പോകുന്നുള്ളതാണ്. ബട്ട് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ അദാനിന്റെ അംബാനിയോടും പറയില്ല നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് റിലയൻസ് ജോലി എന്ന് നിങ്ങൾ പറയില്ല. നിങ്ങൾ എന്താ പറയാ? സ്റ്റേറ്റ് ഈസ് നോട്ട് റെസ്പോൺസ്, സ്റ്റേറ്റ് ഈസ് നോട്ട് ഗിവിംഗ് adequate job. You will move against state rather than moving against the bourgeoisies, right? And second thing is that, see, Ambani is the owner of Reliance, as you are also an owner of, Reliance. You are not an owner. You may be, at present you may not be you are not the owner of the Reliance, but you will be an owner of Reliance in the future, definitely. അല്ലേ? എങ്ങനെ? No, you can buy shares of Reliance from the share market. See, who is the owner of a company? It is the shareholder, and you can easily buy a Reliance share in the share market. So Ambani is the owner of Reliance, and you are also the owner of Reliance. It is doesn't matter how much shares one owns. You also have voting right in the decisional making. അല്ലേ? ആനുവൽ ബോർഡ് മീറ്റിംഗിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കും വോട്ടിംഗ് പവർ ഉണ്ട്. ഇഫ് യു ആർ ബൈയിങ് ഷെയർസ്, ആൻഡ് യു ക്യാൻ ബൈ റിലയൻസ് ഷെയർ ബൈ സ്പെൻഡിങ് 200 rupees, 300 rupees. different companies, different share values are there. Just spending 200, 300 rupees, you can buy one share of Reliance. So if you have 10,000, you can buy 100, 150 shares. When the company value increase, your wealth also increased. So you are also become capitalist now. You understood the point? Okay. So he says that, Habermas says that today we have a state regulated late capitalism. Today we have state regulated late capitalism. Why late capitalism? The old capitalism, which said by ഇത് ലേറ്റ് ആയിരുന്നു അല്ലേ? ഞാൻ ക്യാപിറ്റൽ സ്പെല്ലിംഗ് ഒന്നും കാണുന്നില്ല. സോ ലേറ്റ് ക്യാപിറ്റലിസം. സോ പഴയ മാത്സ് പറഞ്ഞ ലേറ്റ്
ക്യാപിറ്റലിസം എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദിസ് ഇസ് ലേറ്റ് ക്യാപിറ്റലിസം. ആഫ്റ്റർ ദ മാക്സ് ക്യാപിറ്റലിസം, the present capitalism is regulated by the state. That is why whenever economy goes recession or depression, people criticize government rather than people criticizing bourgeois for the reason for recession or recession അല്ലെങ്കിൽ depression ഉണ്ടാവുന്ന സമയത്ത് people never criticize companies. They will criticize the government for the recession. So state is regulating the capitalism. That is why it is not against class struggle or class conscious എന്തില്ല, ഒരിക്കലും ആർക്കെതിരെ ഉണ്ടാവില്ല, ക്യാപിറ്റലിസ്റ്റിനെതിരെ ഉണ്ടാവില്ല, പകരം ആർക്കെതിരെ ഉണ്ടാവുള്ളൂ, സ്റ്റേറ്റിനെതിരെ ഉണ്ടാവുള്ളൂ. Another important aspect why there is why revolution is happened, another thinker who said that there is a concept called, even you don't able to remember the thinker, you can write this particular thing. Okay, contradictory class position. Contradictory class position. Okay, very important thought. Means try to remember this. So contradictory class position. So this is basically given by Eric Olin, right? So Eli Corin, right? Even you don't remember the name, it's okay. Contradictory class position. What is contradictory class position means? See, suppose in a company, if you are the manager of a company, you are the project manager. Okay. So as a project manager, you act like a bourgeois to your own team members. അല്ലെ, നിങ്ങൾ മാനേജർ ആണ്, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കമ്പനി പോലെയാണ് നിങ്ങൾ ഇതിനകത്ത് എന്ത് ആക്ട് ചെയ്യുക, അല്ലെ? നിങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യും? അതെന്താ അവരുടെ അടുത്ത് മറ്റവനെ ചീത്ത വിളിക്കും, മര്യാദയ്ക്ക് പണിയെടുത്തോണം, ലീവ് ചോദിക്കുമ്പോൾ ലീവ് കൊടുക്കില്ല, മര്യാദയ്ക്ക് നീ കറക്റ്റ് വന്ന സമയത്തിന് പണിയെടുത്ത് കൃത്യ സമയത്ത് തീർക്കണം. സോ ഇൻ യുവർ ഓൺ കമ്പനി യു ആക്ട് ലൈക്ക് എ ബൂർഷ. ഓക്കെ, ബട്ട് യു ആർ ആക്ച്വലി proletariat. You are actually manager, but you act like a bourgeois. Your class position is a contradictory. Your class position is actually proletariat, but you are acting like a bourgeois. So ഈ മാനേജറിനെ സംബന്ധിച്ചോളം മാനേജറിന്റെ മുകളിൽ സീനിയർ മാനേജർ ഉണ്ടാവും. സോ സീനിയർ മാനേജറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാനേജർ ആരായി മാറി? പ്രോലെറ്റേറിയറ്റും. സീനിയർ മാനേജർ ആരായി മാറി? ബൂർഷയായി മാറി. ഈ സീനിയർ മാനേജറും ആക്ച്വലി എന്താണ്? ഒരു പ്രോലെറ്റേറിയറ്റ് ഉണ്ട്. അതിന്റെ മുകളിൽ എന്തുണ്ട്? വേറെ മാനേജർ ഉണ്ട്. അപ്പം your class position is just compared to the other person. Okay, so this is called a contradictory class position. That means you are same time act like a bourgeois as well as a proletariat. Depends on the situation you act. People are bourgeoisie and proletariat at the same time. That is contradictory class position. ഇതുകൊണ്ട് എന്ത് ചെയ്യില്ല, contradictory class position ആയതുകൊണ്ട് there is no scope for revolution because you are the same person acting as a bourgeois. So confusion ആണ് class position അത്. Okay. Then another thinker, E. Lackum and C. Murphy. So they says that in a present society is actually, it is not simple. It is highly complex society and highly diverse society. So economics class is only one dimension of class. There are different type of classes that exist. For example, there is a sexual class. For example, based on gender, people are, class is means, what is class? Similar for Marx, similar connection to mode of production. Same like class is just a group of people. So in that way, economic class and one type of classes. There are different type of classes existing in the present society. When you look at economic class is there, environmental class is there, sexual class is there, religious class is there. So class is at present divided into different identities. So you may be proletariat, but you are religiously you are in upper class, bourgeois class. So your class position is contradictory. എന്താണ്? ഡിവൈഡഡ് ആണ് ക്ലാസ് പൊസിഷൻ. അതുകൊണ്ട് തന്നെ എന്ത് നടക്കില്ല, നമ്മുടെ ക്ലാസ് പൊസിഷൻ ഐഡന്റിറ്റി എന്തല്ല, ഒരാൾക്ക് എക്കണോമിക്കൽ ഐഡന്റിറ്റി മാത്രമല്ല ഉള്ളത്. ഐഡന്റിറ്റീസ് എന്താണ്? ഡിഫറെന്റ് ഐഡന്റിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് കംപ്ലീറ്റ്ലി ഏലിനേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അയാൾക്ക് എന്ത് ചെയ്യാം, വേറൊരു പൊസിഷനിൽ വേറൊരു ഐഡന്റിറ്റി ആയിട്ട് അയാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണാൻ പറ്റുക കേട്ടോ. ഇനി another important thinker, he is very important thinker, Pierre Bourdieu. Pierre Bourdieu. Okay, you are Osana. So Pierre Bourdieu, he says that Marx is talking about economical capital. Capital means money. Economic capital
ബോഡിയോ പറയുന്നത്. സോ പൈറേ ബോഡിയോ സേസ് ദാറ്റ് economical capital is only one dimension of capital. There are 4 different capital in the present world. One is economic capital, as Max said. Second is, social capital. Third is basically cultural capital. Fourth is basically symbolical capital. Economic capital means how much capital you have. For example, how much money you have. അല്ലേ? മനസ്സിലായോ? Economic capital means how much money you have. അല്ലേ? Maybe നിങ്ങളെ കയ്യിൽ എന്തുണ്ടാവും? 1 കോടി രൂപ ഉണ്ടാവും. That is economic capital. So economic capital ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. But in the present society, economical capital is only one form of capital. You may not having money. നിങ്ങൾ പൈസ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ കുറച്ച് poor family ആയിരിക്കും. But your social capital is well. Social capital means your social contact. For example, നിങ്ങളിൽ വലിയ പൈസ ഇല്ല. But every night, every evening, you spend your time with the MLA, MPs and bourgeois, വലിയ capitalists. You have contacts. Whenever you have, people, you go to bar with, your friend is actually MP. Or you are actually having basically, contacts, social contacts. Even what you can do, even you do not have economical capital, you have social contact. The social contact can be converted into economical capital. There is a higher chance that you will become rich because you have contact. Better opportunities are there, right? So better options you will get because of your contacts. Okay, so that is why people maintain contacts, high level contact. We used to say that ചില ആളുകൾ പറയില്ലേ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ തന്നെ പറയാറുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പം മറ്റേ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവും, അവന് ചിലപ്പം കുറച്ച് ഹൈ ലെവൽ MP-മാരെ MLA-മാരെ അറിയുമ്പം യു വിൽ സീ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. മറ്റവന്റെ പരിചയക്കാരന് മറ്റോ പരിചയമുണ്ട്, ഹി നോ പിണറായി വിജയൻ ഡയറക്ട്ലി, സംസാരിക്കുക ഇടയ്ക്കിടയ്ക്ക് പോകും, പവർഫുൾ പേഴ്സൺ. You will see that person as a powerful person because he has social capital. Maybe you don't have social capital, you will be having cultural capital. What is cultural capital? Basically, cultural capital, the way you live. അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ കൾച്ചറൽ ക്യാപിറ്റൽ. The way you speak, the way your status, your class, your caste, ഇതൊക്കെ എന്താണ് കൾച്ചറൽ ക്യാപിറ്റൽ ആണ്. For example, if you are a son of an IAS officer, there is high likely that you become an IAS officer. Why? Because you have cultural capital. Not because you have reservation for IAS officers, son. It is because from the childhood you are only seeing what is the life of an IAS officer. So you being socialized into the IAS officer's life. So it is better easy for you to get into that particular service because there is a cultural capital. Now you have that particular way of life, the way you speak English. Many people are there. Many people are there. ആണോ? അവര് മിനിഞ്ഞാന്ന് ഇട്ടാ very easy to get it because you are socialized into that. If you are a business person ലാണ് വളർന്നിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ആ ഒരു ബിസിനസ് നേച്ചറിലായിരിക്കും നമ്മൾ വളർന്നു വരുന്നത്. So that capital can be converted into another successful. Symbolical capital means some people, if you look at that people, you can feel the aura of that person. There is a symbolism. Whatever this person say, you feel like it's true. For example, if Shashi Tharoor says something in English and saying that this is correct, even though it may think, you won't think that whether it's wrong or right. You will believe that you will trust that it's right because of the aura that person has. Correct. So people will listen to that person. There are some people, how you carry yourself, how you take care of yourself, how you carry, how you present yourself in front of others. That makes all the difference. അതെന്ത് ചെയ്യും, നമ്മൾ പതുക്കെ നമ്മൾ തന്നെ അങ്ങനെ കഴിക്കുമ്പോൾ ആളുകൾ കേൾക്കും നമ്മൾ പറയുന്നത് കാര്യമാണ്. People won't think, they will listen. കുറെ തള്ള പിടിക്കപ്പെടും, പക്ഷേ ചില തള്ള പിടിക്കില്ല, വൻ തള്ളായിരിക്കും, നമ്മൾ മനസ്സിലാപോലുമില്ല. സോ ദേ ക്യാൻ കൺവേർട്ട് ദാറ്റ് സിംബോളിക് ക്യാപിറ്റൽ ഇൻറ്റു എക്കണോമിക് ക്യാപിറ്റൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ഫോമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഹ്യൂമൻ ഹാസ് മൾട്ടിപ്പിൾ ഫോം ഓഫ് ക്യാപിറ്റൽ. മാക്സ് എന്ത് മാത്രമേ പറയുന്നുള്ളൂ, എക്കണോമിക്കൽ ക്യാപിറ്റലിനെ പറ്റി മാത്രമേ എന്ത് ചെയ്തുള്ളൂ, മാക്സ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 3 ക്യാപിറ്റലിനെ പറ്റി ആരും പറഞ്ഞില്ല. അതുകൊണ്ട് ബോഡിയോ പറയുന്നത് വെച്ചാൽ, ബോഡിയോ സേസ് ദാറ്റ്
capitalist, different form of capitalism. You don't have to be rich to be rich. If you have other three form of capital, you can convert social capital into economic capital, cultural capital into economic capital. Capital capital convert. Okay. Hmm. Hmm. ചില ഭയങ്കര തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ഇവൻ സത്യമാണോ പറയുന്നതെന്ന് നമ്മൾ വിശ്വസിച്ചു. Okay, one last finger. Okay. It is Gramsci. Gramsci is very famous thinker. So Gramsci says that, see, what is the, see, in a capital society, actually, what is the meaning of success? What do you mean by success? Being rich, being having money, being rich is a success. But how that definition of success came into your mind? Is it actually the success, or it is created as a success? It is created as a, how it is created as a success? Through the medias, through various medias, education system. Medias, if rich price success cinema Instagram one success. So through media creating the definition of success. This is not actually actual the success, it is actually the media which create this is success. So success is nothing but based on the cultural hegemony. Means you being socialized into the dominant ideology of success and saying that this is success. So when you are dominant ideology, you are being socialized into dominant ideology, you don't think that this is alienated, this is different. You start believing it. Okay. So that is called Gramsci പറയുന്നത് cultural hegemony. Gramsci ഒക്കെ നിങ്ങൾക്ക് GS ഉള്ളതാട്ടോ. കേൾക്കും. Cultural hegemony, society, Indian society പഠിക്കുമ്പോൾ GS എഴുതാം. That means dominant notion of ideas of leisure, dominant notion or idea leisure. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ ടൂറ് പോവാ, ടൂറ് പോകുന്ന ഒരു രീതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പത്തെ കല്യാണത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് രജിസ്റ്റർ മാരേജ് ആണ്. And why suddenly register marriage? It is so just social media created as a trend. Not like register marriage പണ്ടുണ്ടായിരുന്നില്ലേ, ഇനി കുറച്ചായാലും കഴിയുമ്പോൾ രജിസ്റ്റർ മാരേജ് ഉണ്ടാവും, നിങ്ങൾ ഇത്ര ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട. ഈ ട്രെൻഡ് മാറി വരും, വീണ്ടും ബിഗ് ഫാറ്റ് വെഡിങ് വരും. Trend is, it is all created, and it is the notion created, the ideologies are created and you being socialized into it. The idea of leisure is that you spend much time on bigger hotels. Staycations is idea of, it's kind of it's a leisure activity. You think that you better realized, better relaxed when you are doing work from a resort. You believe that happy but actually it is created so that the resort business can happen, so that you been exploited. See, നിങ്ങൾക്ക് ഈ സാധനം ഇതാണ് ലെഷർ എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്യാപിറ്റലിസത്തിന് വളരാൻ പറ്റുള്ളൂ. അപ്പം ദ ഐഡിയ ഓഫ് ലെഷർ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ശരിക്കും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടിയേനെ. പക്ഷെ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടില്ല. കാരണം ഹാപ്പിനെസ് എന്താന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ച എന്താണ്? യു ബി ഗോ ടു റിസോർട്ട്, സ്റ്റേ ദെയർ, സ്വിമ്മിംഗ് പൂൾ, travel this place, that place, this is the trending place, go to Bali, that is what. So it's being created. Okay, so this is dominant culture. You being socialized into dominant culture. Since you being socialized into dominant culture, dominant idea of education, dominant idea of leisure, what is, all these are being socialized. So you are not feeling this is something exploitative, you are part of it, you are being socialized into that. So the dominant ideology become your common sense knowledge. For example, the dominant ideology is that going to resort is common sense knowledge. Dominant ideology, going to resort will give you leisure.
Now this is the common sense. It is common sense that you go into resort giving you leisure. So leisure is actually going to resort to ആയിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ it is become common sense viewpoint. Why? You being socialized into it. So അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുമായിട്ടുള്ള ഡിഫറൻസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ച്വലി കാണാൻ പറ്റില്ല. യു ബീൻ എക്സ്പ്ലോയിറ്റഡ് അണ്ടർ ദിസ്. So these are the various criticism. As I told you, don't have to study everything. Understand few points, there and there you can write your own points and all. And if you are able to remember few points, few things, which is good. Okay. Next class we will start with the Weber, Max Weber. Okay. 5:30 തന്നെയായിരിക്കും ഒരു ആ ബാച്ചിനെ ക്ലബ് ചെയ്യുന്നവരെ 5:30 തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫാമിലി ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ തൊണ്ടവേദന ആയതുകൊണ്ട് എനിക്ക് അവർക്ക് കൂടുതൽ അവർ എടുക്കാൻ പറ്റുന്നില്ല. 2 ക്ലാസ് അടുപ്പിച്ച് വരുമ്പോഴേക്കും തൊണ്ട ഭയങ്കര പണിയായി പോകുന്നു. അപ്പം ഇൻഫെക്ഷൻ, വോയിസ് റെസ്റ്റ് എടുക്കണം. പക്ഷെ വോയിസ് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. വോയിസസ് ഒക്കെ അവര് പറയുന്നുണ്ട്, പക്ഷെ നമുക്കൊണ്ട് പറ്റില്ല. സ്ലോ ആക്കിയിട്ട് പോവാണ് അവിടെ ഇപ്പം. ഓക്കെ, ഓൺലൈൻ ഓക്കെ അല്ലേ? ഓന്റെ മോനെ. ഓക്കെ ഓക്കെ, ശരി. താങ്ക് യു. Thank you, sir.